ഇന്ന് ഉദയപൂരിലെ രണ്ടാം ദിവസമാണ്. തലേ ദിവസം രാത്രി ഉറക്കം ഹോട്ടൽ സുബ്ബലക്ഷ്മിയിലായിരുന്നു. രാവിലെ 8:30 തന്നെ തലേന്ന് ബുക്ക് ചെയ്ത ഓട്ടോ വരാമെന്നേറ്റിട്ടുണ്ട്. കുറേയധികം സ്ഥലം ഉദയപൂരിൽ നിന്ന് സന്ദർശിക്കേണ്ടിയിരിക്കുന്നു. കൃത്യസമയത്ത് തന്നെ ഹമീദ് ഓട്ടോയുമായി എത്തിച്ചേർന്നു. റോഡരികിൽ പ്രഭാത ഭക്ഷണം നൽകുന്ന ചെറിയ ഒരു തട്ടുകട. ഒരു പ്ലേറ്റിൽ മിക്സർ പോലെയുള്ള കുറച്ച് സാധനങ്ങൾ അടങ്ങിയതാണ് പ്രഭാത ഭക്ഷണമായി കിട്ടിയത്. സഞ്ജൻഗഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി പ്രവേശന ടിക്കറ്റായി 174 രൂപ നൽകി. മിനി വാനിൽ സഞ്ചരിച്ചു വേണം മുകളിലുള്ള പാലസിൽ എത്തിച്ചേരാൻ. 120 രൂപയുടെ ടിക്കറ്റ് അതിനു വേണ്ടി വന്നു. രാവിലെ മലനിരകളുടെ താഴ്വാരത്തിലൂടെ വാൻ മുന്നോട്ട് നീങ്ങി തുടങ്ങി. ഉച്ചത്തിലുള്ള പാട്ട് ഡ്രൈവർക്ക് നിർബന്ധമാണെന്ന് തോന്നുന്നു. ചുറ്റും കുറേയൊക്കെ കുറ്റിക്കാടുകളും പിന്നെ മൊട്ടക്കുന്നുകളും. ഒന്ന് രണ്ട് പേർ റോഡിലൂടെ നടക്കുന്നതായി കണ്ടു. 2 കിലോമീറ്ററിലധികം നടന്നു വേണം മൺസൂൺ പാലത്തിൽ എത്തിച്ചേരാൻ. കുന്നിൻ മുകളിലുള്ള പാർക്കിംഗ് സ്ഥലത്ത് വാഹനം നിർത്തി. ചുറ്റും അതിവിശാലമായ ഭൂപ്രകൃതി. ഏതാനും പടവുകളിലൂടെ മുകളിലേക്ക് കയറിയപ്പോൾ വിശാലമായ വ്യൂ പോയിന്റ്. മൺസൂൺ പാലസ് ഒരു വലിയ കോട്ടയല്ല എന്ന് മനസ്സിലായി. സഞ്ചാരികളായി കുറച്ചു പേർ മാത്രമാണ് ഇതിനകം അവിടെ എത്തിച്ചേർന്നത്. മേവാറിലെ ഭരണാധികാരിയായ ഭഗവത് സിംഗ് ബഹാദൂർ ജി 1956 തൻ്റെ പ്രിയപ്പെട്ട പ്രജകൾക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ഈ കെട്ടിടം. വ്യൂ പോയിന്റിൽ അല്പസമയം ചുറ്റി നടന്ന ശേഷം പാലസിന്റെ മുന്നിലേക്ക് നടന്നു. പടിപ്പുര പോലെയുള്ള ഒരു കവാടം. ഞാൻ എൻ്റെ ക്യാമറ ചുറ്റും ചലിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി. തെക്കുപടിഞ്ഞാറ് ദിശയിൽ നീണ്ടുകിടക്കുന്ന വളരെ പഴക്കമേറിയ പർവ്വതനിരകളാണ് അരാവലി ഹിൽസ്. പാലസിനകത്തു നിന്നുള്ള പ്രവേശന കവാടത്തിന്റെ ദൃശ്യമാണിത്. വന്ന വഴികൾ ദൂരെയായി കാണാം. 692 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മലനിരകൾ ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച് തെക്കൻ ഹരിയാനയിലൂടെ രാജസ്ഥാന്റെ പടിഞ്ഞാറ് മാറി ഗുജറാത്തിലാണ് അവസാനിക്കുന്നത്. മൗണ്ട് അബു ആണ് ഇതിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം, 1722 മീറ്റർ. സബർമതി മുതലായ നിരവധി നദികൾ ഈ മലമടക്കുകളിൽ നിന്ന് ആരംഭിക്കുന്നു. വിവിധ ധാതുക്കളുടെയും ലോഹങ്ങളുടെയും നിക്ഷേപമുണ്ട് ഈ മലമടക്കുകളിൽ. പുറത്തുള്ള കാഴ്ചകൾ കണ്ട ശേഷം അകത്തേക്ക് പ്രവേശിച്ചു. പ്രകൃതിയുടെയും വന്യമൃഗങ്ങളുടെയും ദൃശ്യങ്ങളാണ് അകത്തുള്ള മ്യൂസിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഇരപിടിയന്മാരായ ജീവികളാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഓരോ നിലകൾ കയറുമ്പോഴും പുറത്തേക്കുള്ള ദൃശ്യങ്ങൾ അതിമനോഹരമാണെന്ന് കാണാം. ഈ ഒരു ഹാൾ പ്രത്യേകിച്ച് സവിശേഷത അർഹിക്കുന്നു. ഇരപിടിയന്മാരായ പക്ഷികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിലെല്ലാം തന്നെ ഉള്ളത്.
പാലസിനകത്തേക്ക് പ്രവേശിച്ച കവാടമാണിത്. പാലസിന് ഉൾഭാഗം മുഴുവൻ കണ്ട ശേഷം വീണ്ടും വ്യൂ പോയിന്റിലേക്ക് കടന്നു. ഒരുമിച്ചിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന വൃദ്ധ ദമ്പതികൾ. താഴെയായി പ്രൈവറ്റ് വണ്ടികളുടെ പാർക്കിംഗ് സ്ഥലമാണ്. കുറെ വാഹനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. തിരിച്ചുള്ള യാത്രയ്ക്കായി മിനി വാനിന്റെ സമീപത്തേക്ക് നടന്നു. ആദ്യമായി മലയിറങ്ങുന്ന യാത്രക്കാരനായ എന്നെയും വഹിച്ചുകൊണ്ട് മിനി വാൻ താഴേക്ക് സഞ്ചരിച്ചു. മാർബിൾ, ഗ്രാനൈറ്റ്, സാൻഡ്സ്റ്റോൺ മുതലായവ ഇവിടെ ഖനനം ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നു. താർ മരുഭൂമിക്ക് ഒരു അതിർത്തിയായാണ് ഈ മലമടക്കുകൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി കാണാനുള്ളത് ബയോളജിക്കൽ പാർക്കാണ്. 43 രൂപയാണ് ഇവിടത്തെ പ്രവേശന ഫീസ്. റോഡ് പലതായി പിരിഞ്ഞ് പല ഭാഗത്തുകൂടെ നീണ്ടുപോകുന്നു. ഒരു വശത്തുകൂടെ ഞാൻ മുന്നോട്ട് നീങ്ങി. വന്യജീവികളുടെ ബോർഡുകൾ അവിടെയായി കാണാൻ കഴിഞ്ഞ എങ്കിലും പ്രദേശത്ത് വന്യജീവികളുടെ സാന്നിധ്യമില്ലായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കുറച്ചു പേർ മാത്രമാണ് ബയോളജിക്കൽ പാർക്കിൽ ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ളത്. വെയിലിന് ചൂട് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിലും ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. തികച്ചും ശാന്തമായ മുതലക്കുളം. അടുത്ത് ഒരു ബോർഡ് ഉണ്ട് എന്നല്ലാതെ കുളത്തിൽ മുതലയില്ല. സഞ്ചാരികളെ വഹിച്ചു കൊണ്ടുപോകാനുള്ള വാനുകൾ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. പാമ്പുകളുടെ സങ്കേതം വേലി കെട്ടി അടച്ചിരിക്കുന്നു. നേരെ മുകളിലായിട്ട് മുമ്പ് കണ്ടിറങ്ങിപ്പോന്ന സഞ്ജൻഗഡ് പാലസ് കാണാം. കമ്പിവേലിക്കകത്ത് ഒരു ടൈഗർ വിശ്രമിക്കുന്നു. കമ്പിവേലിക്കകത്തുകൂടെ തല മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും കൂടുതലായി കാണാൻ കഴിഞ്ഞത് സാമ്പാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മാനുകളെയാണ്. പുറത്ത് ഒരേ ഒരു റെസ്റ്റോറന്റ് ഒരു വനിത നടത്തുന്നതാണിത്. ഡ്രൈവറെയും കൂട്ടി ചായയും ചെറിയ പലഹാരവും അവിടെ നിന്ന് കഴിച്ചു. ഓട്ടോറിക്ഷ നിർത്തിയിരിക്കുന്ന പാർക്കിംഗ് സ്ഥലത്ത് ഒരു ഒട്ടകത്തെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നു. സഞ്ചാരികളുടെ സവാരിക്ക് വേണ്ടിയാണിത്. തടാകക്കരയിലൂടെ ഓട്ടോറിക്ഷ മുന്നോട്ട് നീങ്ങി. വളരെ വൃത്തിയായി മനോഹരമായി സജ്ജീകരിച്ച തീരം. നല്ലൊരു വ്യൂ പോയിന്റിൽ വാഹനം നിർത്തി പുറത്തിറങ്ങി ഏതാനും പ്രകൃതി ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തു. തദ്ദേശീയരായ സഞ്ചാരികളാണെന്ന് തോന്നുന്നു. കുറച്ചു പേരെ അവിടെ കാണാൻ കഴിഞ്ഞു. തടാകത്തിന് എതിർവശത്തായി ഒരു ഉദ്യാനമുണ്ട്. 10 രൂപ മാത്രമാണ് പ്രവേശന നിരക്ക്. കുറച്ച് പഴക്കമുള്ള ഉദ്യാനമാണെങ്കിലും വളരെ ഭംഗിയായി സജ്ജീകരിച്ച ഒരു ഉദ്യാനമായി തോന്നി. വളരെ പ്രതാപമുള്ള ഒരു മുൻകാലം ഇതിനുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മുകളിലേക്കുള്ള പടവുകളാണ് കൂടുതലായി കണ്ടത്. രാജീവ് ഗാന്ധിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഒരു ഉദ്യാനമാണിത്. ഉദ്യാനത്തിന്റെ ഏറ്റവും ഉയരം കൂടിയ ഭാഗത്താണ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഉദ്യാനത്തിലെ കുറെ വഴികളിലൂടെയെല്ലാം സഞ്ചരിച്ച് പുറത്തേക്ക് ഇറങ്ങി. തടാകക്കരയിലൂടെ വീണ്ടും യാത്ര ചെയ്ത് എത്തിച്ചേർന്നത് ഒരു ബോട്ട് ജെട്ടിയിലാണ്. നെഹ്റു ഐലൻഡ് പാർക്ക് കാണേണ്ട ഒരു സ്ഥലമാണെന്ന് ഡ്രൈവർ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ടിക്കറ്റിന് 210 രൂപയാണ് ചാർജ്. ബോട്ട് നിറയെ സഞ്ചാരികൾ ഉണ്ടായിരുന്നു. നീലത്തടാകത്തിലൂടെയുള്ള ഈ യാത്ര രസകരമാക്കാൻ വേണ്ടി രാജസ്ഥാനി വേഷത്തോടു കൂടിയ ഒരു യുവാവ് തൻ്റെ വാദ്യോപകരണത്തിൽ ഹിന്ദി സംഗീതം ആലപിച്ചുകൊണ്ടിരുന്നു. യാത്രക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് പല ഗാനങ്ങളും തൻ്റെ വീണ പോലുള്ള ഉപകരണത്തിൽ അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നു. ബോട്ടിൽ നിന്നിറങ്ങി നെഹ്റു ഐലൻഡിലേക്കുള്ള ചെമ്പുപാളികളിൽ തീർത്ത ഒരു കവാടമാണിത്. അതിനകത്തുകൂടി വേണം ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ. ചിലയിടത്തു മാത്രമാണ് ജലധാരകൾ പ്രവർത്തിക്കുന്നത്.
രാത്രിയായാൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ബാക്കിയുള്ള എല്ലാ ജലധാരകളും പ്രവർത്തിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞു. പൂക്കളും പുൽത്തകിടികളും അലങ്കാര വൃക്ഷങ്ങളും നിറഞ്ഞ ഈ ഉദ്യാനം വളരെ ആകർഷകം തന്നെയാണ്. നീലജലാശയത്താൽ ചുറ്റപ്പെട്ട ഈ ചെറുദ്വീപിൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ചെലവഴിക്കാവുന്നതാണ്. ഐലൻഡിന് ചുറ്റുമായും നടപ്പാതകളും വിശ്രമ കേന്ദ്രങ്ങളും ഉണ്ട്. സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവരുടെ കൂടെ ഞാനും തിരിച്ച് യാത്ര ചെയ്തു. അടുത്തതായി ഓട്ടോറിക്ഷ നിർത്തിയത് ഒരു ക്ഷേത്രത്തിന് മുന്നിലാണ്. അത്ര താല്പര്യത്തോടു കൂടി അല്ലെങ്കിലും ഞാൻ അകത്തേക്ക് പ്രവേശിച്ചു. ക്ഷേത്രത്തിലേക്ക് വളഞ്ഞ നീണ്ട നടപ്പാതയിലൂടെ അല്പം നടക്കേണ്ടിയിരിക്കുന്നു. ചുറ്റും ധാരാളം പ്രാവുകൾ. വളരെ വിപുലമായ രീതിയിൽ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ക്ഷേത്രനടയിൽ ആരാധനയ്ക്കായി എത്തിയ കുറച്ച് പേർ മാത്രം. നല്ല വിശപ്പ് തോന്നിത്തുടങ്ങിയതുകൊണ്ട് അടുത്ത ലക്ഷ്യം ഒരു ഹോട്ടലായിരുന്നു. പാശ്ചാത്യ രീതിയിൽ ക്രമീകരിച്ച ഒരു ഹോട്ടലിലേക്കാണ് ഡ്രൈവർ എന്നെ കടത്തിവിട്ടത്. തൽക്കാലം ഡ്രൈവർ ഒന്നും കഴിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു വെജിറ്റബിൾ ബിരിയാണി. എൻ്റെ യാത്രയിൽ ഏറ്റവും ചെലവേറിയ ഭക്ഷണമായിരുന്നു അത്. ഇതാണ് ശില്പഗ്രാം. പഴയ ഒരു ഗ്രാമം ഇവിടെ പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. ഗ്രാമത്തിലേക്കുള്ള കവാടം വളരെ ഭംഗിയായി ഒരുക്കിയിരിക്കുന്നു. മണ്ണുകൊണ്ടും മരങ്ങൾ കൊണ്ടും നിർമ്മിച്ച അനേക കുടിലുകളും ശില്പങ്ങളുമാണ് ഇവിടെയുള്ളത്. ശില്പങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും വിൽപ്പനയും ഇതിൻ്റെ ചില ഭാഗങ്ങളിൽ നടക്കുന്നു. അടുത്തതായി എത്തിച്ചേർന്നത് നീമാച്ചി മാത ക്ഷേത്രത്തിലാണ്. ഇതൊരു ക്ഷേത്രം എന്നതിലുപരി ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. വളരെ വിപുലമായി സജ്ജീകരിച്ച കേബിൾ കാർ വഴി മലമുകളിലുള്ള ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. കേബിൾ കാറിലുള്ള യാത്രയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഉദയപൂരിൻ്റെ പല ഭാഗങ്ങളും ഈ യാത്രയിൽ നമുക്ക് ദൃശ്യമാവുന്നുണ്ട്.
ഉദയപൂരിലെ തടാകങ്ങളുടെയും മലനിരകളുടെയും ഭംഗിയാണ് ഇവിടെ ആസ്വദിക്കാൻ കഴിയുന്നത്. ക്ഷേത്രമുറ്റത്താണെങ്കിലും എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. അല്പസമയത്തിന് ശേഷം കേബിൾ കാർ വഴി തന്നെ താഴേക്ക് ഇറങ്ങി. ഇതോടെ മുൻകൂട്ടി തീരുമാനിച്ച എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചു കഴിഞ്ഞു. ഉദയപൂരിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് അജ്മീരിലേക്ക് ഇന്ന് രാത്രി യാത്ര ചെയ്യുന്നതെന്നറിഞ്ഞ ഡ്രൈവർ എന്നെ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഒരു ഉദ്യാനത്തിന് മുന്നിലെത്തിച്ചു. എൻ്റെ ലഗേജുമായാണ് ഞാൻ ഉദ്യാനത്തിനകത്തേക്ക് കടന്നത്. അനേകം പേർ സായാഹ്ന സവാരിക്കായി ഇതിനകത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉദ്യാനത്തിനകത്തെ റോഡിലൂടെ നടക്കുന്ന ജനങ്ങളും അതോടൊപ്പം കുറേ കുരങ്ങന്മാരും. അനേകം ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഇതിനിടയിലൂടെ പല ഭാഗങ്ങളിലേക്കുമായി റോഡുകൾ തിരിഞ്ഞു പോകുന്നു. അതേപോലെ യാത്രക്കാർക്കായി ചെറിയൊരു റെയിൽപാതയും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ട്രെയിൻ കാണുന്നില്ല. ഉദ്യാനത്തിൻ്റെ വളരെ ഉൾഭാഗത്തേക്കായി വളരെ മനോഹരമായി പണിതീർത്ത ഒരു ലൈബ്രറിയുണ്ട്. അതിൻ്റെ മുന്നിലായി ഒരു ഉദ്യാനം, നടുക്കായി ഗാന്ധി പ്രതിമ. ഏറെ നേരം അവിടെ ചെലവഴിച്ചു. വീണ്ടും അവിടെ നിന്ന് നടന്നു. ഒരു വശത്ത് ബേർഡ് പാർക്ക്. പ്രവേശനം സാധ്യമല്ല എന്ന് മനസ്സിലായി. 5 മണിക്ക് തന്നെ ഗേറ്റ് അടച്ചിരിക്കുന്നു. ഗുലാബ് ബാഗ് ബേർഡ് പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഉദ്യാനത്തിലെ വിളക്കുകളെല്ലാം പ്രകാശിച്ചു തുടങ്ങി. സമയം ഇരുട്ടായി തുടങ്ങിയിരിക്കുന്നു. സാവകാശം ഉദ്യാനത്തിൽ നിന്ന് പുറത്തു കടന്നു. തെരുവിലെ കെട്ടിടങ്ങളെല്ലാം ദീപപ്രഭയിൽ മുങ്ങി നിൽക്കുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. അങ്ങ് അകലെയായി ഉദയപൂർ സ്റ്റേഷന്റെ കവാടം കാണാം. ഉദയപൂർ നഗരത്തിലെ എൻ്റെ സന്ദർശനം ഇവിടെ അവസാനിക്കുന്നു.